ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പായസത്തിൻ്റേതാണ്. പഴപ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഏത്തപ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പഴപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഏത്തപ്പഴം അതിൻ്റെ തൊലിയും അകത്തെ നാരും എല്ലാം കളഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. കുക്കറിനകത്തിട്ട് വേവിക്കാൻ പോവാണ്. അടുത്തതായിട്ട് ഞാൻ 1/2 കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. അതിനകത്ത് നമ്മൾ വേവിക്കാൻ വെച്ചത് പഴം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഞാനൊരു 3/4 കപ്പ് തേങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങ അണ്ടിപ്പരിപ്പ് കൂടെ ഞാൻ നെയ്ക്കകത്തോട്ട് ഇടുകയാണ്. കപ്പലണ്ടിപ്പരിപ്പും തേങ്ങ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കുകയാണ്. ഏത്തപ്പഴം വരട്ടാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴമാണ് ഞാൻ നെയ്ക്കകത്ത് വരട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമുക്കൊന്ന് വരട്ടിയെടുക്കേണ്ടത്. അതൊക്കെ ഒന്ന് ഇളക്കണം. പഴം നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഏത്തപ്പഴത്തിൻ്റെ വെള്ളം വറ്റി ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കുകയാണ്. ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ പഴം ശർക്കര എല്ലാം കൂടെ ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. അടുത്തായിട്ട് ഒരു തേങ്ങ ചിരണ്ടി പാലെടുത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് രണ്ടും 2ാം പാലാണ്. ഇത് 1ാം പാലാണ്. 1ാം പാൽ നമുക്കിപ്പോൾ എടുക്കണ്ട. 2ാം പാല് നമ്മൾ പഴത്തിനകത്തോട്ട് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. 2ാം പാല് ഞാൻ പഴത്തിനകത്തോട്ട് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി നമുക്ക് 1ാം പാല് എടുത്ത് വെച്ചിരിക്കുന്ന ഒഴിക്കാം. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ 1ാം പാൽ ഒഴിക്കാൻ പോകുന്നത്. ഫ്ലെയിം ഓഫാക്കി ഞാനൊന്ന് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിക്കുകയാണ്. 1ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും തേങ്ങയും കൂടി ഇടുകയാണ്. കപ്പലണ്ടി തേങ്ങയും കൂടി ഇട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.